നരേന്ദ്രമോദി വളരെ കൃത്യമായ ഒരു പോളറൈസേഷൻ ശ്രമിച്ചു. ആ പോളറൈസേഷനെ പ്രതിരോധിക്കാൻ സിഎയുടെ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് കോൺഗ്രസ് എടുക്കണമായിരുന്നു. അവിടെ വീണ്ടും ഒരു വീഴ്ച കോൺഗ്രസ് വരുത്തിയിട്ടുണ്ട്. അതീ പറയുന്ന ഹിന്ദുക്കൾ എതിരാകുമോ എന്നുള്ള സമ്മർദ്ദം തന്നെയാണ്. അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള നിലപാടെടുത്താൽ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടേതായിട്ടുള്ള ഒരു ശക്തി തെളിയിക്കാൻ കഴിയില്ല. ആർജവമുള്ള നിലപാട് പ്രഖ്യാപിക്കേണ്ട അവസരങ്ങളിൽ അത് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. അടിസ്ഥാനപരമായും ആത്യന്തികമായും അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ നിലപാട്. എന്നാൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ വലിയ വീഴ്ചകളും വരുത്തിയിട്ടുണ്ട്. 86 ഈ ബാബറി മസ്ജിദിൽ രാമവിശ്വാസികൾക്ക് ക്ഷേത്രാരാധന നടത്താൻ വാതിൽ തുറന്നു കൊടുക്കുന്നിടത്തുനിന്നാണ് അയോധ്യ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. 1984 കേവലം 2 സീറ്റ് മാത്രമാണ് BJP ഉള്ളത്. പാർലമെന്റിൽ LK അദ്വാനിയും വാജ്പേയിയും മാത്രമാണുള്ളത്. 86 ഇത് തുറന്നു കൊടുത്തതിന് ശേഷം അയോധ്യ പ്രസ്ഥാനം രൂപപ്പെടുകയും 92 ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും ചെയ്തു. അന്നും കോൺഗ്രസ് ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നരസിംഹറാവു നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. 90 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ